നമ്മുടെ സുൽത്താൻ വ്ളോഗ്സ് എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. മല ട്രിപ്പ് ഇങ്ങനെ കടിച്ചു വലിക്കാനാ അങ്ങനെ ചുമ്മാടാ വ്ളോഗ് അതൊന്നും ചീത്ത വിളിക്കാൻ പാടില്ല. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇന്നലത്തെ കുറച്ച് അലങ്കോല പരിപാടികളുണ്ട്, അത് പോയി കണ്ടിട്ടാണ് നിങ്ങൾ നടന്നത്. കാടാക്കാനുള്ള സെറ്റപ്പാണ് മൊത്തവും. എന്ത് കിടക്കുന്ന കാഴ്ചയാണ്. ഇതാണ് മിസ്റ്റർ ആനയ്ക്ക് കുഴ കൊടുക്കുന്നതാണ്. ആനയ്ക്ക് ആന കുറച്ച് പുല്ല് എടുത്തിട്ടുള്ളു. മച്ചു, ഈ സാധനത്തിന്റെ പേരെന്തുവാ? സൊലട്ടി. സൊലട്ടി. കഴിഞ്ഞ വർഷം അതേ സൊലട്ടിയാണ്, കല്ലുമലയിലുള്ള സൊലട്ടിയാണ് നമ്മൾ സെറ്റാക്കുന്നത് കാടാക്കാൻ വേണ്ടിയിട്ട്. പൂവിന് ഇത്തിരി വിരിവ് കുറവുണ്ട്. ഏയ് നമ്മൾ വാഴ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഴ എല്ലാം വാഴകളെ എല്ലാം വാഴ. നീ ഇപ്പൊ വീട്ടിൽ നിന്ന് വന്നില്ല സൊല്ലിട്ട് ചോർജാണ്. അതില് വാഴയൊക്കെ സെറ്റ് അതില് നമ്മൾ കാടാക്കിയിട്ടുണ്ട്. സമയം 4 മണി. ഉറക്കമില്ല. 4 മണി ഉറക്കം പോലും ഇല്ലാതെ. അതെ. എന്നെ പറ്റി എങ്ങനെ അറിഞ്ഞു കേട്ടാ. ബലൂണോട് കേട്ടാ കെട്ടാൻ സമയം പോവാം. അമ്പലത്തിൽ കെട്ടാൻ വീട്ടിൽ പോയിട്ട് പോവാ പെട്ടെന്ന്. ഫൈനലി നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാരും കെട്ടാനായിട്ട് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. പകലാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ ഫൈനൽ റിസൾട്ട് കാണിക്കും. എന്തിന് ഫൈനലി നമ്മൾ ഡീസൽ അടിക്കാൻ നിർത്തിയതാണ്. ഡീസൽ അടിക്കാൻ അപ്പോഴത്തേക്ക് മുതലാളി വന്നിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിലിടാനാണ്. ഡീസൽ അടിക്കാൻ നിർത്തിയപ്പോഴാണ് മുതലാളി വന്നത്. ഇല്ല, ഒരിക്കലും ഇല്ല. കാണാ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ മലയാത്ര? എന്റെ പുതിയ ചാനൽ അപ്ലോഡ് ചെയ്യാനാണ്. അടിപൊളിയില്ലേ? ഡീസലടിക്കാൻ നിർത്തിയതാണ്. ഒരു ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പിലാണ്. ഫോട്ടോ ഞെരിപ്പായിരിക്കണം. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല. എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ നിർത്തൂ ഗായ്സ്. എവിടെയെങ്കിലും ഒന്ന് കഴിക്കാൻ നിർത്തൂ. ഹോട്ടലില്ല. ഒരു ഹോട്ടലിൽ ഇറങ്ങി പറയണേ 4 പേർക്ക് തിന്നാനുള്ള ഫുഡേ ഉള്ളൂ. പിന്നെ അവൻ എന്തെങ്കിലും ഹോട്ടലിട്ട് വെച്ചിങ്ങനെ എന്തോ നമ്മൾ ഫുഡ് പറ. അതിനെ പറ്റിയുള്ള കംപ്ലൈന്റ് പറ. ഞാൻ ഒരു കാര്യം പറയും, അവന് ഞാൻ വണ്ടിയിൽ വന്നിടത്തോളം അവൻ വണ്ടിയൊക്കെ നന്നായിട്ടൊക്കെ നോക്കും. പിന്നെ ഉറക്കം വണ്ടി സ്വന്തം കൊച്ചിനെ പോലെയൊക്കെ നോക്കും, കുളിപ്പിച്ചിറക്കും. അതൊക്കെ വിഷ്ണുവിനെ പോയിട്ടുള്ളൂ അല്ലേ? വിഷ്ണു വിഷ്ണു അങ്ങനെ ബാക്കി വണ്ടിയൊക്കെ നന്നായിട്ടൊക്കെ നോക്കും. പിന്നെ അശ്രദ്ധ, ഉറക്കം, അങ്ങനെ നമ്മളല്ലേ കാണുള്ളൂ. വെളിയിൽ തലയിട്ട് ഉറങ്ങി വെളിയിലുള്ള ആൾക്കാരുണ്ടോ? ഓ അങ്ങനെ ഒരു സ്പെഷ്യൽ കഴിവാണ്. എല്ലാത്തിനും തിരിച്ചു കളിച്ച് രാത്രിയായി കഴിഞ്ഞാൽ വിഷ്ണു വിഷ്ണു മോൻ കാണിക്കണോ? വിഷ്ണു മോൻ കാണിക്കൂല ഗൈസ്. കുഴപ്പമില്ല, പിന്നെ കാണിച്ചു തരാം. വണ്ടി ഉണ്ടോടാ വിഷ്ണു? റൈറ്റ് അപ്പുറത്തൂടെ. പമ്പ പമ്പയും കൂടെ കൊണ്ടുപോകരുത്. സെറ്റാക്കിയിടും ഗൈസ്. റോഡൊക്കെ അടിപൊളിയാണ്. പോസ്റ്റാണ് ഗൈസ്. എല്ലാവരും ഉറക്കം. ഇന്നലത്തെ ഉറക്കമുണ്ട്, കാരണം ഇന്നലെ ആരും ഉറങ്ങിയിട്ടില്ല.
ഇത് പാണ്ടി സെറ്റപ്പാ എന്തോ സെറ്റപ്പ് മാമന്റെ കൊണ്ട് പോണാ ആ മൊയൽ ഫ്രൈയാ എന്ത് കഞ്ഞി ഉണ്ടോടെ ഞാനും അതിനെ കൊണ്ടുവന്നു ആ ശരി എങ്ങനെയുണ്ട് ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു ഗംഭീരം നമുക്ക് വണ്ടി നിർത്താൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നിർത്താത്തത് അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ കുറച്ച് സാഹചര്യം മനസ്സിലാക്കും ആ പിന്നെ കയറി പോകത്തെന്ത് ഓ കൂട്ടുകാരെ വേറെ ജില്ലയാണ് അലുമ്പൊന്നും കാണിക്കില്ലേ വേറെ ജില്ലയാണ് അലുമ്പൊന്നും കാണിക്കില്ലേ ഓ വ്യൂ വ്യൂ കണ്ട് നമുക്ക് കഴിക്കാം ഓ ഷർപ്പ് ഓ കള്ളപ്പം ഉണ്ടെന്ന് മാമ ഇപ്പൊ കൊണ്ടുവരും ആർക്ക് വീശാ ഏത് വ്രതമാണ് തൻസീലയിൽ നമ്മൾ പാക്കേജൊക്കെ പക്കേജ് നടത്തുന്നല്ലേ മല ട്രിപ്പിന്റെ ഇത്രേ ഉള്ളൂ ഇല്ല ഒരു കോംപ്രമൈസ് ഇല്ല കണ്ട നേരം തിരിക്കണ കണ്ട അപ്പോ ചെറുതായിട്ട് റെസ്റ്റോറൻറ്റ് മാറിപ്പോയി കള്ള് ഷോപ്പായി പോയി കുഴപ്പമില്ലല്ലോ കള്ള് ഷോപ്പായി പോയി കുഴപ്പമില്ലല്ലോ ബീഫ് ബ്രോ നത്തോലി ഫ്രൈ വാട്ടർ ബ്രോ പപ്പടം ചെറുതായിട്ട് ഷോപ്പൊന്നും മാറി കള്ള് ഷോപ്പ് ഒന്ന് വാങ്ങിച്ച് കുടിച്ചോളല്ലേ നാളെ വെജ് തന്നെ ഓ പുതിയ ഫാഷൻ നീ തൊട്ടിരിക്കണേ പാണ്ടിയാ ചീരിച്ചാമേ 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 என்ன அலம்பு காணிக்காதடி இருந்து பம்பை வரைக்கும் 50 ரூபா பஸ்ஸில் யாருமே இல்லை இன்னைக்கு வந்து செவ்வாய்க்கிழமை பஸ்ஸில் திறக்கு இல்லை சன்னிதானத்தில் திறக்குதான்னு தெரியாது கூட்டம் கம்மி என்ன கூட்டம் அந்த சீரும் அதுக்கும் சிங்கிளா தான் வரும் இந்த சன்னிதானத்தில் எப்படி கம்மின்னு தெரியல ஆனா பஸ்ல கம்மி தான் ஆமா അപ്പുജാമി ഇങ്ങ ഗിയർ മാറ്റുന്നതൊക്കെ കൂപ്പിടുறாங்கടാ ഡേയ് അലംബൻസിന് വേണ്ടിയിട്ട് ഒരു ബസ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഗൈസ് അലംബൻസിന് വേണ്ടിയിട്ട് ഒരു ബസ് തന്നെ ഗവൺമെന്റ് തന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ അതാണ് നിങ്ങൾ അങ്ങനെ ഇനി ഉണ്ടാക്കരുത് നിങ്ങളായിട്ട് അങ്ങ് പൊക്കോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ കുലുക്കാതെ കൊണ്ടുപോകണില്ല ഭയങ്കര കുലുക്കം ഇതാണ് നിലയ്ക്കലിന്റെ എൻട്രി നമുക്കാക ബസ് என்னெல்லாம் இருக்குங்க நமக்காக பஸ் வேணா தம்பி விரதம் இருக்கு ஏதாவது பேசக்கூடாது தம்பி இந்த பஸ் வந்து வெள்ளாட்ட பஸ் குட்டடோலியா அப்படியா ரொம்ப பிரமாதம் தம்பி இது வந்து என் யூடியூப் சேனல்ல போடுறதுக்கு வேண்டி ஷூட் பண்றேன் ஆமா பம்பா ரிவர் நல்லா ரொம்ப பிரமாதம் சுவாமி சரணம் திறக்கு கம்மியா இருக்குன்னு நினைக்கிறேன் திறக்கு குறைவானு தோணுന്നു கைஸ் ரிவர் துணியெல்லாம் வேஸ்ட் பாண்டியெல்லாம் ஆந்திரா பிரதேஷ் எல்லாம் கொண்டுட்டு இருக்கேன் துணி வேஸ்ட் எல்லாம் அப்போ அந்த வேஸ்ட் எல்லாம் என்ன உன்ன மாதிரி தமிழ்நாடு பசங்க எல்லாம் கொண்டுட்டு இருக்கு ஆமா என்ன തുളിக்கிறேன் பாருங்க തുണി പോലും ഇട മാറ്റേങ്ങ തേങ്ങയിട്ട് വന്നൊരു കൂട്ടുകാരനെ തള്ളുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കുറച്ച് ഭക്തി കൂടി വർഷങ്ങളായിട്ട് മലയ്ക്ക് വരാതിരുന്ന ഒരു 7 നീത്തേങ്ങ് ഒരുമിച്ച് നിറച്ച് കൊണ്ടുപോയതിൻ്റെ ആണ് നിങ്ങൾ കാണുന്നത് ഐസിപ്പോൾ അപ്പാച്ചിമേട് എത്തിയിട്ടുണ്ട് അത്യാവശ്യം തളർന്നു നമ്മളല്ലേ ഞാനും തളർന്നില്ല ഞാൻ വിചാരിച്ചു നമ്മളേറ്റവും ബേക്കിലായിരിക്കുന്നു പക്ഷേ നമ്മൾ ആദ്യമാണ് നമ്മളതിൽ ഗ്ലൂക്കോസ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അരുണിൻ്റെ സ്പോൺസറാണ് ഗ്ലൂക്കോസ് കൂടി അല്ലേ അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാടുണ്ട് ഉണ്ട വഴിപാട് നടത്തിയല്ലോ പണ്ട് ഉണ്ട വഴിപാടെന്ന് പറഞ്ഞ് വലിയച്ഛൻ വാങ്ങിച്ചു തന്നപ്പോൾ ഞാൻ അടുത്തൊക്കെ തിന്നാൻ പോയി പുലിക്ക് കൊടുക്കാനുള്ളതാണ് ഞാൻ അടുത്ത് തിന്നാൻ പോയി തിന്നാൻ വല്ല വാങ്ങിച്ചു തന്നെന്ന് വിചാരിച്ച് തന്നെത്താരി തളർന്ന് തന്നെയത്തെ എങ്ങനെയാ ബ്രോ ഒരു 4 ഓണാണ് ബ്രോ കയ്യൻ്റെ
സ്വാമി ശരണം സ്വാമി ശരണമയ്യപ്പ. ഒരു പാത അല്ല, അടിപൊളി മനോഹരമായ ഒരു വ്യൂ ആണ് ഈ ഒരു പാത. അല്ല, ഒരു മിനിറ്റ്. സ്വാമി 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 പാദം. സ്വാമി ഓട്ടം ഓട്ടം എല്ലാവരും. ആരും ഓടല്ലേ സ്വാമിയേ, ഓടല്ലേ. പറ്റുമോ കന്നഡ? മാടുകളാ ഗൊപ്പു അല്ലോട് ഗൊപ്പ അരുൺ അല്ലോട് ഗൊപ്പ. ചിപ്സ് ടൈം ആച്ച് ഓ ആരെ ചാമി. നമ്മളെ പയ്യന്മാരെ കണ്ടിട്ടുണ്ട്, കണ്ടിട്ട് സന്നിധാനം വൈഫ് ചിരിച്ചാമി ചിപ്സ് പൊട്ടിച്ചാച്ചി വാങ്ങ. ഷാറുഖ് ഖാന്റെ പൂത്ത ചിപ്സ് ചിപ്സ് ഇങ്ങനെ ഇருக்கு. രക്ഷയില്ലാത്ത മഴയാണ് കായ സന്നിധാനത്ത്. ഫുള്ളും നനഞ്ഞ് കുളിച്ച്. സന്നിധാനം മൊത്തം മഴയാണ് ഗൈസ്. പെട്ടു നനഞ്ഞ് കുളിച്ച് നമ്മളല്ലേ. തൊഴുതിറങ്ങാൻ പറ്റി അല്ലേ കറക്റ്റ് സമയത്തിന്. വലിയ തിരക്കൊന്നും ഇല്ലാതെ തൊഴുതിറങ്ങാൻ പറ്റി. നമ്മൾ നെയ്യ് പൊട്ടിക്കുന്ന ചടങ്ങിലോട്ട് പോവുകയാണ്. അതിനുള്ള സ്പോട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ നെയ്യ് പൊട്ടിക്കുന്ന കാഴ്ചയാണ് ഗൈസ് കാണുന്നത്. വരുന്ന നേരത്തെ എത്തിയോണ്ട് ഒരു മഴ തന്നെ ഇല്ല. അതൊന്നും കാണിക്കില്ലായിരുന്നേ, വീഡിയോ എടുക്കണില്ലേ. സ്വാമിയേ ശരണമയ്യപ്പ. 12 അരവണ അതോ ഒരു സെറ്റ് അരവണ. ഓക്കെ നെയ്യ് എല്ലാം ഉണ്ട്. പോവാം വണ്ടി എടുക്കണടുത്ത് പോവാം. അരവണയൊക്കെ വാങ്ങിച്ചല്ല സെറ്റ് അല്ലേ സെറ്റ്. പക്ഷെ എന്തെങ്കിലും ഇതായിരിക്കും. കൃഷ്ണ ഒരു പശുവിനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. പശുവിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇറങ്ങുന്ന വഴി പശുവിനെ കാട്ടുപശു ചിരി. ഹലോ, ഈ ശബരിമല സ്വാമിയപ്പ റോഡിൽ ഇറങ്ങുന്ന എക്സ്പീരിയൻസ് നിനക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? സൂപ്പറാണ്. അങ്ങനെയാണ്. ഒന്ന് അനുഭവിച്ചാൽ അറിയാൻ പറ്റുമല്ലോ അല്ലേ. ഒപ്പു ഭയങ്കര മോശം പിടിച്ചൊരു അനുഭവമാണ്. ഇറങ്ങിയാലേ പറ്റും നമുക്ക്. മറ്റേ റോഡ് പോലീസുകാർ വിടുന്നില്ല. കഠിനമാണ്, ഭയങ്കര കഠിനമാണ്. ഇത് വേറെ ആരുമല്ല, നമ്മൾ അഭിഷേക് ഈ റോഡിൽ ഇറങ്ങുന്ന എക്സ്പീരിയൻസ് എന്ന് പറയൂ. കാലി മഴയാണ് വിഷയം. നമ്മൾ വിചാരിച്ചതിൻ്റെ അത്ര തിരക്കൊന്നുമില്ല, നമുക്ക് തൊഴാൻ പറ്റി. പക്ഷേ മഴ നമ്മളെ ചതിച്ച് കളഞ്ഞു ഗൈസ്. അതിന് കുറച്ച് വൈബൊക്കെ ഉണ്ട് മഴയായാലും. ആരോടാ ഉഴുന്നോടെ ഇപ്പൊ കഴിച്ചത്. ട്രാക്ടറൊക്കെ ഒരുപാട് പോകുന്നുണ്ട് ഇതുവഴി. ഹോൺ അടിക്കുന്നുണ്ടോ? വരുമ്പോൾ നമ്മൾ 10 അടി മാറി കൊടുക്കണം. നിലയ്ക്കല് വണ്ടി തപ്പിയുള്ള നടത്തമാണ് ഗൈസ്. കാല് മൊത്തത്തിൽ പോയിരിക്കുകയാണ്. പുറത്തൂടെ ഇതും കൂടെ ആകുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ വണ്ടി കാണുന്നില്ലല്ലോ. എന്തോന്നു ഏത് ഭാഷ? ഫൈനലി കണ്ടു ഗൈസ് വണ്ടിയെ. ഒളിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു വണ്ടി. പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് കോട ഇറങ്ങിയാലേക്ക് സേ. അപ്പോ അതെ ചായ കുടിക്കാൻ വേണ്ടി. എവിടുന്നാ? കൂർക്കഞ്ചേരി. ഞാൻ മണ്ണുത്തി. ഏതോണ്ടിയാ? ബെല്ലാരി. കേട്ടിട്ടുണ്ട്. വണ്ടി എടുക്കണം. യാന്ത്രക്കാരനെ കുറച്ച് മാറ്റിയാലേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. അണ്ണേ ആന്ധ്രണ്ണേ തമിഴല്ലടാ ആന്ധ്ര. അണ്ണ இந்த வண்டியில மாத்திரோ. ஹலோ அண்ணோ
ലേലു അണ്ണോ അണ്ണോ ഉണ്ടോ இந்த வண்டி மாட்டுங்க அண்ணோ முரளி டிராவல்ஸ் ஓனர் தானே இந்த நம்பர்ல கூப்பிடுறியா தமிழ் അണ്ണേ കൊക്കോ അണ്ണ ഉറക്കോ ഒന്നും കാണി ആരോ കഴിച്ച് കളഞ്ഞിട്ടുണ്ട് ആ എല്ലാം എടുത്ത് കളഞ്ഞു എടുത്തോ കുട്ടു രാവിലെ ഐശ്വര്യ ലോട്ടറി ഒക്കെ എടുത്തിട്ടുണ്ട് പിള്ളേ കുട്ടു എത്ര കോടിയാണ് 1 കോടി അടിക്കുവോ ആന്റിയെ കാണാം അടുത്ത ചേസ് ഇറക്കാം ചെറിയ 34 എടുക്കണ പരിപാടി എന്താ എനിക്ക് താല്പര്യം നിന്റെ ഫീൽഡല്ലേടാ ഓക്കെ സെറ്റ് എന്റെ കൈ ഒന്ന് നോക്കണം സമയം ഭയങ്കര മോശമാണ് എങ്ങനെയാന്ന് കാര്യങ്ങൾ സമയം നോക്കൂ തത്തമ്മ എവിടെ ഡേ തത്തമ്മ എവിടെ അപ്പൂപ്പൻകാവിൽ നമ്മൾ മാല വരാനായിട്ടാണ് ഫൈനൽ വന്നത് അപ്പൂപ്പൻകാവ് എവിടെയാണ് കോന്നി ഓ മാല വരാൻ വേണ്ടി നിൽക്കുന്നതാണ് ഗൈസ് ഊരാളി അപ്പൂപ്പൻകാവിലാണ് നമ്മൾ മാല വരാനായിട്ട് വന്നത് അമ്പലമൊക്കെ ഉണ്ട് ഗൈസ് പാമ്പ് ചുറ്റപ്പെട്ട് കിടക്കുന്ന വള്ളികൾ കാണാം ഗൈസ് ഇവിടെ ഊരാളി അപ്പൂപ്പൻകാവ് ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത് അല്ലേ ആദ്യമായിട്ട് എന്താ നിന്നെ പോലെ മുളപ്പിച്ച വയറ് കൊടുക്കണം അലുംപാടേ മാലകൾ ഊരിയ എല്ലാരും അരുൺ ചാമി മാല ഊരിയ സമശരണം കുളിക്കണില്ലേ കൈപൊക്കി വെച്ചത് അതുപോലെ നില്ലേ ഞാനത് മാല ഊരിയാടേ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങള് മാട്ടുപ്പെട്ടി കോവിലല്ലേ മനസ്സ് വെച്ച എങ്ങനെയാണ് മാല ഊരിയിട്ട് മാലയൊക്കെ ഒരു സെറ്റ് എങ്ങനെ കുളിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ണാനി അയ്യോ പാട്ട് മറപ്പോയി നീരാടാൻ നീ വന്നു പണ്ടത്തെ കുളിസി കാണാൻ ഒരു കുളിസി കാണാൻ പോയപ്പോ കൈ അടിച്ചതാണ് വ്രതം മുറുക്കിട്ട് നിന്റെ ഭാര്യയാ അല്ലല്ല ഇവിടെ എല്ലാ ദിവസവും കഞ്ഞി ഉണ്ടാകാ ഇന്ന് മാത്രമേ ഉള്ളൂ ഉണ്ടെന്ന് പറഞ്ഞു ഇല്ല അപ്പൊ ഞാൻ പോട്ടാ ചേട്ടാ അടുത്ത നിനക്ക് തരാം അടുത്ത സ്കോറിൽ തരാം അച്ചു കഞ്ഞി എങ്ങനെ ഉണ്ട് കഞ്ഞി അടിപൊളിയല്ലേ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടോ കാടും പടലൊക്കെ പറിച്ചു കളഞ്ഞു നമ്മള് എല്ലാരും വാ അല്ലേ കാടും പടലൊക്കെ പറിച്ചു കളഞ്ഞല്ലേ ഇത് വേണ്ടേ ഇപ്പൊ നല്ല വൃത്തിയായി കേട്ടോ സെറ്റപ്പ് ഇവിടെ ബസ് റൂട്ടൊക്കെ ഉണ്ട് അല്ലേടാ പ്രൈവറ്റ് ബസ് ഉണ്ട് പന്തളം കായംകുളം ഗൈസ് ഇപ്പോൾ നമ്മൾ മണ്ണാറശാലയാണ് ഉള്ളത് അടയൊക്കെ പൂട്ടിയിട്ടുണ്ട് വന്നപ്പോഴത്തേക്കും ഉണ്ണിയപ്പൊക്കെ മേടിച്ചു ഭയങ്കര ചൂടാണല്ലേ ഭയങ്കര ചൂടാണ് രക്ഷയില്ല അടുത്ത വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ് എല്ലാവരും കയറി ഇരിപ്പുണ്ട് ആ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല മനസ്സിലായ ശബരിമലയ്ക്ക് ഒരു മലയും ചെരുപ്പിടൂ അത് കാലി വേദനയായിട്ടാണ് ഗൈസ് മാലയൊക്കെ ഊരി നമ്മൾ വ്രതമൊക്കെ മുറിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ചെരുപ്പിടാമല്ലോ എവിടെയാണ് ചെടി വാങ്ങിയാൻ പോണാ ചെടി പർച്ചേസ് ചെയ്യാൻ പോയത് ഇത് വിൽക്കണേ വയ്യേ ജലദോഷം ഇത് പറ്റിയടാ ഓ അങ്ങനെ കുറെ സാധനം ഉണ്ടല്ലോ
അവൻ്റെ ചീരുണ്ട് നിന്റെതാടേ പൈസ നോക്കിയില്ലേ ചീരുണ്ട് ഓ ഓക്കെ ഓക്കെ ഓച്ചിറയിലാണ് നമ്മളത് ഓച്ചിറയിലാണ് സീസണാണ് മൊത്തം കടകളാണ് ഇവിടെ മൊത്തം കടകളാണ് ഒരുപാട് സാധനങ്ങൾ മേടിക്കാം സൂര്യൻ നോക്കി അടിപൊളി കറങ്ങുന്ന സാധനമൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് പയ്യന്മാരെല്ലാം ഇപ്പം കാണാം അങ്ങോട്ടൊക്കെ ഇപ്പം നമ്മള് ബസ്സിന്റെ കിളി പുതിയ ജോലിക്ക് കയറിയിട്ടുണ്ട് കോഹിനൂർ എവിടെയത് ഓച്ചിറ അല്ലേ സെക്യൂരിറ്റി ചുമ്മാ തന്നാ മതി ചീത്തവിളിയും കിട്ടി യൂട്യൂബ് ഹലോ 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 ഫൈനലി നമ്മളിപ്പോൾ ആറ്റിങ്ങിലെത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് കട തപ്പി ഇറങ്ങിയതാണ്. ചിക്കു സദ വരുന്നുണ്ട്. അഴിഞ്ഞാടിയിട്ടാണ് വരുന്നത് വണ്ടിക്കകത്ത് ഇടന്നിട്ട്. ഗോസ് അങ്ങനെ ഉണ്ടായിരുന്നു അഴിഞ്ഞാട്ടം. അടിച്ച് പൊളിച്ച് സൗണ്ട് എല്ലാം പോയി. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നോക്കുന്നുണ്ട്. അതിന് അവിടെ നോക്കുമ്പോഴേക്കും തീരും. ഓക്കെ. എന്താണ് ഫുഡ് കഴിക്കുന്നത് നമ്മള്? ഫുഡ് ഇഷ്ടംപോലെ. മന്തി ആണെങ്കിൽ മന്തി, ചന്തി ആണെങ്കിൽ ചന്തി, മന്തി ആണെങ്കിൽ ചന്തി. അത് കേൾക്കാം. ഫുഡ് കഴിക്കാൻ ബേക്കറിയിൽ കയറിപ്പോയി. ചെറുതായിട്ട് കട മാറിപ്പോയി. കുപ്പി എടുക്കാൻ മന്തി കഴിക്കാൻ കൊള്ളാമോ? അടിപൊളി. നമ്മളാ നല്ല രീതിയിൽ ഇവിടെ എത്തിച്ച കുട്ടുവിന് 1000 ക്യാഷ് പ്രൈസ് ആയിരുന്നു. ക്യാഷ് പ്രൈസ് ഒന്നുമില്ല, സെക്കൻഡ് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ പോട്ടെ എന്നാ, ബൈ. അടുത്ത ട്രിപ്പ് കാണാം. എല്ലാം ഉണ്ടാകുന്ന ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ മലയാത്ര കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീടെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതോടെ നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. ടാറ്റാ ബൈ.